സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാൾപ്പാറ പോയിരുന്നില്ലേ. വാൾപ്പാറ പോയപ്പോൾ കാടിൻ്റെ ഉള്ളിലിട്ട് തേയിലത്തോട്ടത്തിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റാണ്. അതിൻ്റെ അടിയിൽ കൂടെ ഒരു അരുവി വരുന്നുണ്ട്, ഡാമിലെ വെള്ളം വരിക കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി കുളിച്ചു. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ ഇതിൻ്റെ പെട്ടെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു അരുവിയിലെ വെള്ളത്തിന്. വാൾപ്പാറ തണുപ്പാണ്, പൊതുവെ കാടും അവിടുത്തെ വെള്ളമൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു അവിടുത്തെ. പിന്നെ ഇത് വെള്ളമൊക്കെ നല്ല തണുപ്പാണ്. ആ വെള്ളത്തിലിറങ്ങി മുങ്ങിയപ്പോഴേ ഞാൻ നെസറിനോട് പറഞ്ഞു, കാശ്മീരിനെക്കാട്ടിലും തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ നെസർ പറയാം, കാശ്മീരിലെ തണുപ്പ് എനിക്ക് അനുഭവിച്ചൂടെ വന്ന്, വെറുതെ തള്ളല്ലേന്ന്. ഈ അരുവിക്കടുത്ത് ഒരുപാട് ആനപ്പിണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. അന്ന് തന്നെ ഞങ്ങൾ വന്നന്ന് തലേന്ന് അവിടെ പുലി ഇറങ്ങി, അതുപോലെ വലിയ വലിയ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ വാൾപ്പാറ. പക്ഷേ ഞങ്ങൾക്ക് ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റിയിട്ടില്ല. എന്താ ഞങ്ങളെ ഭാഗ്യമാണെന്ന് തോന്നുന്നു. കാരണം വല്ല മൃഗങ്ങളെ മുന്നിലും പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അവസ്ഥ എടുക്കാണ്ടാവില്ലല്ലോ. അപ്പോൾ ഏതായാലും നല്ലൊരു അടിപൊളി യാത്ര ഞങ്ങൾക്ക് കിട്ടി വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വാൾപ്പാറൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് വാൾപ്പാറ. ഓക്കെ, ഈ പുഴയിൽ ഇറങ്ങണൊക്കെ പിന്നെ ബാനാണ്. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അവിടുന്ന് ഫോറസ്റ്റുകാർ വന്ന് ഞങ്ങളെ പിന്നെ അവിടുന്ന് പറഞ്ഞയച്ചിട്ടാണ്. ഞങ്ങളെ വണ്ടി നമ്പറൊക്കെ എഴുതി കൊണ്ടുപോയി ഞങ്ങളവിടുന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങളവിടുന്ന് പോയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം, ബായ്.